చికెన్ కొత్తు మటన్ కొత్తు ఏను కొత్తు నార్మల్ కొత్తు ചിക്കൻ ദം മട്ടൻ ദം നോർമൽ ദം ആംലെറ്റ് ആവാൻ ഈ ചേട്ടൻ്റെ മെമ്മറി പവർ നമ്മൾ അതിശയിപ്പിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരൈ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മുത്തുകുമാർ ബൺ പൊറാട്ട കടയിലായിരുന്നു. രാത്രി 11 മണിക്ക് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബൺ പൊറാട്ട, കൊത്തു പൊറാട്ട, ചിക്കൻ റോസ്റ്റ് എന്നിവയായിരുന്നു കേട്ടോ. ടൈം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. പൊറാട്ടയുടെ ഒപ്പം ഈ ഒരു ഗ്രേവി മാത്രം മതി കേട്ടോ. വേറെ ഒരു സ്പെഷ്യൽസ് ഓർഡർ ചെയ്യേണ്ട ഒരു കാര്യമില്ല, കാരണം അത്രയും ടേസ്റ്റ് ആയിരുന്നു ഇതിന്. ഇതുകൂടാതെ നമുക്ക് മട്ടൻ ചാപ്സിൻ്റെ ഒരു ഗ്രേവി കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മട്ടൻ ചാപ്സ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഗ്രേവി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതും വേറെ ലെവലായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മധുരൈ സ്പെഷ്യൽ ജിഗർദണ്ഡ കുടിക്കാനായിട്ടാണ് കേട്ടോ. നമ്മുടെ പാലടപ്രഥമൻ തണുപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, അത് തന്നെയാണ് കേട്ടോ ഈ സംഭവം. ഇവിടുത്തെ സ്പെഷ്യൽ ജിഗർദണ്ഡ തന്നെ ഓർഡർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ അടുത്ത സ്പോട്ട് പ്രേംവിലാസ് ഹലുവയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ 20 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഹലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഹലുവ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു കൂവപ്പായസത്തിൻ്റെ ടേസ്റ്റ് ആയിരുന്നു അതിന്. അടുത്ത നമ്മുടെ സ്പോട്ട് ഗോപു അയ്യങ്കാർ ടിഫിൻ സെന്റർ ആയിരുന്നു കേട്ടോ. നമ്മുടെ സ്റ്റേയുടെ അടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല അടിപൊളി മസാല ദോശ, ഗീ റോസ്റ്റ്, ഊത്തപ്പം ഒക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഒരു വട പോലത്തെ സംഭവം, നമ്മുടെ നാട്ടിലെ വടയല്ല, വേറെ എന്തോ ഒരു തരം വടയാണ് കേട്ടോ. പിന്നെ സാമ്പാറാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും ഒക്കെ അവിടുത്തെ അടിപൊളിയായിരുന്നു. മോർണിംഗ് ഈവനിങ്ങും മാത്രമേ ഈ ഒരു കട ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ, പിന്നെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. മധുരൈ ടെമ്പിളിൻ്റെ എൻട്രി ഗേറ്റിന് അടുത്തായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ്. ഇതിന് ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മധുരൈ ബിരിയാണി കഴിക്കാനായിരുന്നു. പറയത്തക്ക ഇപ്പോൾ നമുക്ക് ഈ ബിരിയാണിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു നോർമൽ തമിഴ്നാട് ബിരിയാണി എങ്ങനെയായിരിക്കും അതുപോലെ ആയിരുന്നു കേട്ടോ. മധുരൈ ഫുഡിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഹൈപ്പാണ്, പക്ഷേ എനിക്ക് അത്രത്തോളം ഹൈപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല, നോർമലായിരുന്നു കേട്ടോ.